Hello everyone, welcome back to the channel. Hope you're all keeping safe. If you're new here, my name is Sharon and this is Arun. We're a doctor couple settling in the UK. Today's vlog is about how to prepare for PLAB 1 effectively, and at the end of the video we will tell about how we prepare for PLAB 1. So in the last 3 years, the pass percent of PLAB 1 is 63 to 70%. But your exam difficult or not, it's not very difficult, but it's a tricky exam. But it's all about your timing, your speed, how familiar you're with the way medicine is practiced in UK, how well you know the guidelines and protocols with regards to the topics for PLAB preparations. So it's quite easy an exam to crack if you prepare the right way. So it depends on when you're planning to start your PLAB 1 preparations. We would always advise you to start early, probably during your final year or house agency itself. Make a plan, decide on where you want to settle and then work towards your goal. അങ്ങനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ we'll have a lot of time in hand, so you can plan accordingly and you're not rushing towards your goal. So if you decide UK earlier itself, നമ്മുടെ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് എക്സാം കഴിയുന്ന സമയത്ത് maybe if you can come to UK for coaching, അല്ലെങ്കിൽ you can start preparing for UK exams. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടുത്തെ ഗൈഡ് ലൈൻസ് ഒക്കെ റീഡ് ചെയ്ത് ഫെമിലറൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്സ് ലൈക്ക് ഓക്സ്ഫോർഡ് ഹാൻഡ് ബുക്ക് ഓഫ് ക്ലിനിക്കൽ മെഡിസിൻ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, അതിൽ കൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം ഡ്യൂറിങ് എ ഹൗസ് ഏജൻസി. സോ യുൽ ബി മോർ ഫെമിലിയർ വിത്ത് ദ വേ മെഡിസിൻ ഇസ് പ്രാക്ടീസ്ഡ് ഇൻ UK. ഇപ്പോൾ PLAB 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഡിക്കൽ ലൈസൻസിങ് എക്സാം. നിങ്ങൾ ആ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് PLAB 1 ഉം PLAB 2 കഴിഞ്ഞിട്ട് യുൽ ഹാവ് ടു വർക്ക് ഹിയർ. സോ ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് പാസിംഗ് ദി എക്സാം, ഇറ്റ്സ് അബൌട്ട് working efficiently here. So if you have good knowledge, then that will only do good. പക്ഷേ if you're late in planning your journey, അല്ലെങ്കിൽ ഇപ്പോൾ exam, if the exam is within the next few months, then probably the best idea is to book a short course, അല്ലെങ്കിൽ ഓൺലൈൻ ക്വസ്റ്റ്യൻ ബാങ്ക്സ്, പ്രോപ്പർ ആയിട്ടുള്ള ഓൺലൈൻ ക്വസ്റ്റ്യൻ ബാങ്ക്സിൽ കൂടി പോവുക. That will help you pass your exam. നമുക്ക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഓൺലൈൻ ലൈവ് കോഴ്സസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്വാമീസ്, സാംസൺ എന്നൊക്കെ പറഞ്ഞിട്ട് അക്കാഡമീസ് ഉണ്ട്. അവർ ഇപ്പോൾ ഓൺലൈനായിട്ട് ലൈവ് കോഴ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഉള്ളത് നമുക്ക് ഈ ക്ലാസ്സസിൻ്റെ തന്നെ പ്രീ റെക്കോർഡഡ് ക്ലാസ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അത് ഒരു രീതിയാണ്. പിന്നെ നമുക്കുള്ളത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലാബിൾ, പാസ് മെഡിസിൻ, അറോറ. പിന്നെ ഉള്ളതാണ് BMJ ഓൺ എക്സാമിനേഷൻ. പിന്നെ നമുക്ക് ഫേസ്ബുക്ക് PLAB ഗ്രൂപ്പ്സിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫ്രീ മെറ്റീരിയൽസ് കിട്ടും. അതിലൊന്നാണ് ഈ 1700 ക്വസ്റ്റ്യൻസ് ബൈ ഡോക്ടർ ഖാലിദ്. അത് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ആ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അത് ആമസോണിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അരുൺ പറഞ്ഞതൊക്കെ ഇവിടുത്തെ ഓൺലൈൻ കോഴ്സസും പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്സിനെ പറ്റിയാണ്. അതിന് നമ്മൾ ഏതൊക്കെയാണ് കോമൺ ടോപ്പിക്സ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് GMC വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ദർ ഇസ് എ ഡോക്യുമെൻറ്റ് കോൾഡ് PLAB Blueprint. സോ അതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PLAB 1ൻ്റെ കോമൺ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കോമൺ ടോപ്പിക്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഇറ്റ്സ് വാസ്റ്റ് ബിക്കോസ് നമ്മൾ MBBS പഠിച്ച മിക്ക സബ്ജക്ട്സിലും ക്വസ്റ്റ്യൻസ് വരും PLAB 1ൽ. സോ കുറേ ഉണ്ട്, ബട്ട് യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒന്നെങ്കിൽ ഓൺലൈൻ കോഴ്സസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക്സിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദ ബുക്സ് ദറ്റ് യു ഹാവ് ടു റെഫർ ടു ഇസ് ഓക്സ്ഫോർഡ് ഹാൻഡ് ബുക്ക് ഓഫ് ക്ലിനിക്കൽ മെഡിസിൻ ആൻഡ് ഓക്സ്ഫോർഡ് ഹാൻഡ് ബുക്ക് ഓഫ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആണെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ റെഫർ ടു NICE CKS. NICE CKS എന്ന് വെച്ചാൽ നൈസ് ക്ലിനിക്കൽ നോളജ് സമ്മറീസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നാട്ടിൽ ആ വെബ്സൈറ്റ് കിട്ടില്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ നാട്ടിൽ അത് ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ കൂടി ഒരു വെബ്സൈറ്റിൽ കൂടിയാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ നാട്ടിലാണെങ്കിൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് യു ഹാവ് ടു പേ സം മണി ആൻഡ് യു ക്യാൻ ആക്സസ് ദി NICE CKS ഫ്രം ഇന്ത്യ. അപ്പോൾ അതിൽ കൂടി വായിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ആൻഡ് ദാറ്റ് വിൽ ബി യൂസ്ഫുൾ like when you come and practice medicine here in UK as well, because that's like അതിൽ നിന്നാണ് നമ്മൾ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺ കണ്ടീഷൻസിൻ്റെ ഗൈഡ് ലൈൻസും പ്രോട്ടോകോൾസ് ഒക്കെ നമ്മളിവിടെ നോക്കിയിട്ട് നമ്മൾ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ PLAB 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിട്ടൺ എക്സാം ആണ്. അതിൽ 180 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
and you will get 3 hours to complete the exam. So there'll be a short scenario followed by a question, and each question will have 5 potential answers. അതിനകത്ത് മിക്ക ആൻസേഴ്സും റീസണബിളി കറക്റ്റ് ആയിരിക്കും, ബട്ട് യു വിൽ ഹാവ് ടു ചൂസ് എ സിംഗിൾ ബെസ്റ്റ് ആൻസർ. അവിടെയാണ് ഇറ്റ് ബിക്കംസ് ട്രിക്കി ആൻഡ് യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. മോസ്റ്റ്ലി ക്ലിനിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. They want to test how good you're at applying your clinical knowledge rather than checking how well you can remember facts. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ the answers will be based on how medicine is practiced here in UK, so you should be familiar with the protocols and guidelines and how things are done here. So അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയാം. Questions are based on acute medical conditions or chronic medical conditions. പിന്നെ നമുക്ക് ഡയഗ്നോസിസ് ബേസ്ഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കാണും, ഇൻവെസ്റ്റിഗേഷൻ, റിസൾട്ട് ഇന്റർപ്രിട്ടേഷൻ, ഫോർ എക്സാമ്പിൾ ABG, ECG. പിന്നെ there will be questions about professionalism, ethics, medico-legal issues and safe prescribing as well. So there are 180 questions and you have 180 minutes. So try answering the question in less than a minute. So time is an important factor and it's very important that you work on your speed. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നും ഇല്ല. So you can answer all the questions and complete your exam. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ഓൺലൈൻ ക്വസ്റ്റ്യൻ ബാങ്ക്സിലും കോഴ്സസിലൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഷോർട്ടർ ആയിരിക്കും. എക്സാംസിന് ചിലപ്പോൾ കുറച്ചും കൂടി ലെങ്തിയർ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ദിസ് വേരീസ് ഫ്രോം പേഴ്സൺ ടു പേഴ്സൺ. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കാണ് അറിയാവുന്നത്. സോ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് നമുക്ക് എന്തോരം ടൈം വേണം. അപ്പോൾ ചില ആൾക്കാർക്ക് 2 months is good enough to prepare. ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ 2 months is good enough. ചിലവർക്ക് കൂടുതൽ സമയം വേണമായിരിക്കും. സോ the ultimate goal is to pass the exam. So how much time you want to take, that depends on you. So അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സോ ഇപ്പം നമുക്ക് ഓൺലൈനിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്സിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എൻ ഐഡിയ അബൌട്ട് ഹൗ മച്ച് യു ഹാവ് ടു സ്റ്റഡി. എന്നിട്ട് നിങ്ങൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത്ര ടോപ്പിക്സ് ഞാൻ ഇത്ര ദിവസം കൊണ്ട് തീർക്കും, അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ഇത്ര ദിവസം കൊണ്ട് തീർക്കും. എന്നിട്ട് ഒരു 1 or 2 times റിവൈസ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിസിൻ ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ആൻഡ് ആസ് ഐ ടോൾഡ് യു ഇറ്റ്സ് എ ട്രിക്കി എക്സാം. സോ ഇവിടെ സിംഗിൾ ബെസ്റ്റ് മിക്ക ആൻസേഴ്സും റൈറ്റ് ആയിരിക്കും, ബട്ട് ദേ വോണ്ട് എ സിംഗിൾ ബെസ്റ്റ് ആൻസർ. അപ്പോൾ അതൊരു കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. സോ അത് കുറച്ച് 1-2 പ്രാവശ്യം റിവൈസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ബെറ്റർ. So you'll be given an A4 size booklet with all the questions. അതിനകത്ത് ആ ബുക്ക്ലെറ്റിൽ ക്വസ്റ്റ്യൻസും കാണും, പിന്നെ at the end normal lab values കാണും. So along with the question booklet, you'll be given a double-sided answer sheet along with the instructions about how to complete it. അപ്പോൾ I'll show you a sample about the answer sheet. ഒന്ന് familiarize ചെയ്ത് കഴിഞ്ഞാൽ it will be, when you go for the exam, it will be a little more easier for you to, understand how to do it. അപ്പോൾ ഞങ്ങളുടെ PLAB 1 എക്സ്പീരിയൻസിനെ പറ്റി പറയുവാണെങ്കിൽ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ UK വന്ന് കോച്ചിങ് എടുത്തു കഴിഞ്ഞിട്ടാണ് PLAB എക്സാം കൊടുത്തത്. അപ്പോൾ കോച്ചിങ് എന്ന് പറയുമ്പോൾ അന്നിപ്പോൾ കോവിഡ് ഇല്ലായിരുന്ന സമയത്തായിരുന്നു. സോ ലൈക്ക് 5 years back. അന്ന് നമുക്ക് ലൈവായിട്ട് ക്ലാസ് കൂടായിരുന്നു. സോ ലൈക്ക് ഒരു 2 weeks ക്ലാസ് ആയിരുന്നു. അപ്പം നമ്മൾ തിയറി നോട്ട്സ് പഠിപ്പിക്കും. ഓരോ ദിവസവും ഓരോ ടോപ്പിക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് അവർ ഡിസ്കസ് ചെയ്യും. പിന്നെ കോഴ്സിൻ്റെ എൻഡിൽ മോക്ക് എക്സാംസ് ഉണ്ടായിരുന്നു. സോ 6 or 7 മോക്ക് എക്സാംസ് എന്തോ ഉണ്ടായിരുന്നു. സോ ഓരോ എക്സാമിലും ഇറ്റ് ബി ലൈക്ക് എക്സാം രീതിയിൽ തന്നെ 180 questions 180 minutes ആൻസർ ചെയ്യണം. and they'll mark you and discuss the questions and answers. സോ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ PLAB 1 പ്രിപ്പയർ ചെയ്തത്. ഇങ്ങനെ ഇവിടെ വന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്തത് കാരണം ഞങ്ങളുടെ കയ്യിൽ പ്രോപ്പറായിട്ട് അന്നത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ടൻസ്ഡ് ഫോമാറ്റിൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ വന്ന് PLAB 1 കോച്ചിങ് എടുത്തായിരുന്നു. വെച്ചാൽ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ടുള്ള ആ ഹോളിഡേയ്സിൻ്റെ സമയത്ത് ഞാനിവിടെ കസിൻസിനെ മീറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ അന്നേരം ഇവിടെ വന്നിട്ട് PLAB 1 കോച്ചിങ്ങും എടുത്തു. സോ എനിക്ക് ഞാൻ നാട്ടിലായിട്ട് ഹൗസ് ഏജൻസി ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് എ സെറ്റ് ഓഫ് നോട്ട്സ്. ഐ ന്യൂ വെയർ ടു സ്റ്റഡി ഫ്രം. സോ ഹൗസ് ഏജൻസിയുടെ സമയത്ത് വി ബോത്ത് യൂസ് ടു പ്രിപ്പയർ വിത്ത് ദോസ് നോട്ട്സ്. അതുപോലെ തന്നെ ഞങ്ങൾ ഓക്സ്ഫോർഡ് ഹാൻഡ് ബുക്കിൽ കൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് പോകുമായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞിട്ട് ആ ടോപ്പിക്സ് ഞങ്ങൾ ഓക്സ്ഫോർഡ് ഹാൻഡ് ബുക്കിൽ നിന്ന് വായിക്കുമായിരുന്നു. മൊത്തം വായിച്ചിട്ടുണ്ടെന്നല്ല, ഇറ്റ്സ് ലൈക്ക് ആ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് റെഫറൻസിന് പോലെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ PLABൻ്റെ
പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് അവർ നേരത്തെ പറഞ്ഞ 1700 ക്വസ്റ്റ്യൻ ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ എക്സാമിൻ്റെ സമയമൊക്കെ ആവാറായപ്പോഴത്തേനും ആ ക്വസ്റ്റ്യൻസിൽ കൂടിയൊക്കെ ഒന്ന് പോയായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. കുറേ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് അല്ല, പക്ഷെ ആ ഒരു രീതിയിലായിരുന്നു എക്സാമിന് കുറേയൊക്കെ വന്നത്. പിന്നെ കുറച്ച് പേരൊക്കെ ഞങ്ങളുടെ അടുത്ത് ഓൺലൈൻ ക്വസ്റ്റ്യൻ ബാങ്ക്സിനെ പറ്റി ചോദിച്ചു. ഞങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ ഞങ്ങളിവിടെ നേരത്തെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഒന്നുമില്ല. ബിക്കോസ് ഞങ്ങൾ അത് യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പ്രോപ്പറായിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓക്സ്ഫോർഡ് ഹാൻഡ് ബുക്കും പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും 1700 ക്വസ്റ്റ്യൻസും അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ ചെയ്തത്. സോ അതിനെപ്പറ്റി ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. പിന്നെ അതുപോലെ തന്നെ കോഴ്സിന് വരുന്നത് ഇഫ് ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ, ഞങ്ങൾ തന്നെ കുറച്ച് ജൂനിയേഴ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ലൈക്ക് ഓൺലൈൻ കോഴ്സസും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക്സും പിന്നെ ഈ പറഞ്ഞ പോലെ 1700 ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ട് പ്ലാബ് 1 കൊടുത്തിട്ട് പാസ്സായവർ ഇഷ്ടം പോലെ പേരുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു വറി ഓർ സ്ട്രെസ് യുവർ സെൽഫ് അബൌട്ട് ടേക്കിംഗ് എ കോഴ്സ്. ദി ഓൺലി ബെനിഫിറ്റ് ഇസ് ദാറ്റ് യുൽ ഫീൽ മോർ കോൺഫിഡൻറ്റ് ബിക്കോസ് അവരൊരു കണ്ടൻസ് നോട്ട്സ് തരും, അപ്ഡേറ്റഡ് ഗൈഡ് ലൈൻസ് ഒക്കെ തരും. മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ വി ഫീൽ എ ലിറ്റിൽ മോർ കോൺഫിഡൻറ്റ് ബിക്കോസ് നാട്ടിലെ മെഡിസിൻ തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു 2-3 മന്ത്സേ ഉള്ളെങ്കിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവോ അല്ലെങ്കിൽ ഇത് വീണ്ടും റിവൈസ് ചെയ്യണം തോന്നുവാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി ബിക്കോസ് ഗോയിങ് ത്രൂ ഓൾ ദിസ് അഗൈൻ വിൽ ബി ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ശരിയാക്കുമെന്ന് തോന്നുന്ന ടോപ്പിക്സ് ഒക്കെ യു ഡോണ്ട് നീഡ് ടു ലൈക്ക് റിവൈസ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. പക്ഷേ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ട്രൈ ടു റിവൈസ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾ അതിലൊക്കെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ട്രൈ ടു കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. ഇപ്പോൾ എല്ലാവരും പ്ലാബ് 1 പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. someone will answer it. So എല്ലാവരും ആ ഒരു പ്രിപ്പറേഷനിലുള്ള ആൾക്കാരായത് കാരണം they'll help each other. So if you're preparing for your PLAB 1 exam or if you're going to give your exam, we wish you all the best. And until we see you again, keep safe, take care, bye-bye.